എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കപ്പലണ്ടി മിഠായിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വറുത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ള ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/4 ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ നമ്മളിത് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ടിത് പൊടിഞ്ഞു പോകും. ആദ്യം തന്നെ കപ്പലണ്ടി മിഠായി സെറ്റ് ചെയ്തെടുക്കാനുള്ള അലുമിനിയം ഫോയിലൊന്ന് ഓയിൽ തടവി വയ്ക്കാം. ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിലാണ് അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയെ അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഈ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഓരോ വശത്തൊന്നും ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇതിലും കളർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് ചെറിയൊരു കയ്പ്രസം ഉണ്ടായിരിക്കും. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇതിരിക്കേണ്ടത്. ഇനി ഒട്ടും വൈകാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിലിലേക്ക് ഇത് മാറ്റാം. ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് കഴിയാവുന്ന വേഗത്തിൽ ഇത് പരത്തിയിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു കൈലിൻ്റെ ബാക്ക് വശോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓയിൽ തടവിട്ടുണ്ടായിരിക്കണം. നന്നായിട്ട് ഓയിൽ തടവിട്ടുള്ള ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇത് ഉറച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ കപ്പലണ്ടി മിഠായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.